ഹായ് ഓൾ ഫെറ്റ്ലയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ എൻമാപ്പിനെ കുറിച്ച് ഓൾമോസ്റ്റ് എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ നമ്മൾ ഫയർവാൾ ബൈപ്പാസിങ് എങ്ങനെയാണെന്ന് പറഞ്ഞു, പാക്കറ്റ് ഫ്രാഗ്മെൻറ്റേഷൻ, ഡീകോയ് ഉണ്ടാക്കുന്നത്, അങ്ങനെ പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നോക്കാൻ പോകുന്നത് എൻമാപ്പിൽ അധികം ആർക്കും അറിയാത്ത എന്നാൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് സ്കാൻ ഓപ്ഷൻസ് ആണ്. അതെന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകത്തേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മെറ്റസ്പോയിറ്റബിൾ സ്കാൻ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം എന്തൊക്കെയാണ് ആ സ്കാനും കാര്യങ്ങളും, അതിൻ്റെ കമാൻഡ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കമാൻഡ് എന്ന് പറയുന്നത് -s ഓപ്ഷനാണ്. ഈ -s ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ IP അഡ്രസ്സ് സ്പൂഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കമാൻഡ് പറഞ്ഞുതരാം. എക്സിക്യൂട്ട് ചെയ്യുന്നത് sudo nmap -s, ഇതാണ് ആ കമാൻഡ്. എന്നിട്ട് നമുക്ക് ആരെയാണോ സ്പൂഫ് ചെയ്യേണ്ടത്, അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ മെറ്റസ്പോയിറ്റബിൾ സ്കാൻ ചെയ്യുകയാണ്, അപ്പോൾ അയാൾക്ക് അറിയരുത് ഞാൻ എൻ്റെ ഡിവൈസിൽ നിന്നാണ് സ്കാൻ ചെയ്തത്. അപ്പോൾ നമുക്ക് സ്പൂഫ് ചെയ്യാൻ വേണ്ടി ഒരു IP അഡ്രസ്സ് സ്പെസിഫൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് വേറൊരാളുടെ പേരിലാണ് ചെയ്യുന്നതെങ്കിൽ അയാളുടെ IP അഡ്രസ്സ് ഞാൻ 8.8.8.8 എന്നിട്ട് സ്പേസ് ഞാൻ ആ ടാർഗറ്റിന് IP അഡ്രസ്സ് കൊടുക്കുകയാണെങ്കിൽ അയാൾ നോക്കുമ്പോൾ എൻമാപ്പ് സ്കാൻ നടന്നിരിക്കുന്നത് ഈ IP അഡ്രസ്സിൽ നിന്നാണ് എന്നാലും കാണിക്കുക. ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ IP സ്പൂഫിങ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ എക്സിക്യൂട്ട് ചെയ്താൽ നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് കിട്ടില്ല. പകരം അത് ഡയറക്റ്റ് പോകുന്നത് ഈ IP അഡ്രസ്സിലേക്കായിരിക്കും. അതാണൊരു ഇഷ്യൂ. അപ്പോൾ നമുക്ക് ആ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് വേറൊരു ഓപ്ഷൻ കൂടെ സ്പെസിഫൈ ചെയ്യണം. അതാണ് -pn, അതായത് പിങ് സ്കാൻ എന്ന് പറയും എൻമാപ്പിൽ. നമുക്കറിയാം നമ്മൾ എന്തിനാണ് പിങ് കമാൻഡ് യൂസ് ചെയ്തിരുന്നത്, ഒരു ഹോസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡൊമെയിൻ ആക്റ്റീവ് ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയാണ് അല്ലേ. പിങ് കമാൻഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് റിപ്ലൈ കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഈ സ്കാൻ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ -pn യൂസ് ചെയ്യുന്നത്. അപ്പോൾ -pn യൂസ് ചെയ്യുന്നതിലൂടെ ആ ഹോസ്റ്റ് അവിടെ അലൈവ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ നമുക്ക് ഈ ഒരു IP സ്പൂഫിങ്ങിലൂടെ നമുക്ക് ഈ എൻമാപ്പിൻ്റെ സ്കാൻ്റെ റിസൾട്ട് കിട്ടും. ഓക്കെ, ഇതാണ് വൺ ഓഫ് ദി ടെക്നിക്ക്. ഈ ഒരു കമാൻഡ് കൊടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മറ്റൊരു ഓപ്ഷനാണ് -e എന്ന് പറയുന്നത്. ഈ -e എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് സ്പെസിഫൈ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ധാരാളം മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇൻ്റർഫേസ് ഉണ്ടെങ്കിൽ, എക്സാമ്പിൾ എതർനെറ്റ് ഉണ്ട്, വൈഫൈ ഉണ്ട്, VPN ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് ഏതെങ്കിലും ഒന്നായിരിക്കും അവിടെ സ്കാൻ നടക്കുക. അപ്പോൾ നമുക്കത് ഡീഫോൾട്ട് അല്ലാതെ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസ് സ്പെസിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ -e കൊടുത്തിട്ട് നമ്മുടെ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ എൻ്റെ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ജസ്റ്റ് ifconfig കൊടുക്കുക. ഇതാണ് എൻ്റെ നെറ്റ്വർക്ക് ഇൻ്റർഫേസ്. ഒരു വിർച്വൽ ബോക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും WLAN വരില്ല. കാരണം ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ എപ്പോഴും കണക്ഷൻ നടക്കുന്നത് എതർനെറ്റ് വഴിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇതായിരിക്കും നെറ്റ്വർക്ക് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അതായത് ഈ കാണുന്നതെല്ലാം നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ആണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് പർട്ടിക്കുലറായിട്ട് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ -e ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എനിക്കിവിടെ എതർനെറ്റ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ ഈ 0 യൂസ് ചെയ്യുക. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കവിടെ ഈ ഒരു പർട്ടിക്കുലർ ഇൻ്റർഫേസ്, ഈ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് വഴി മാത്രമേ അവിടെ എൻമാപ്പ് സ്കാനും കാര്യങ്ങളും നടക്കുള്ളൂ. അപ്പോൾ ഇതാണ് മറ്റൊരു ഓപ്ഷൻ. അപ്പോൾ ഇനി വേറൊരു ഓപ്ഷൻ നോക്കാം. അതാണ് -g. ഈ -gയുടെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു പർട്ടിക്കുലർ പോർട്ട് സ്പെസിഫൈ ചെയ്യാം. എൻമാപ്പ് പാക്കറ്റ് സെൻഡ് ചെയ്യാൻ വേണ്ടി ഒരു പർട്ടിക്കുലർ പോർട്ട് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ചില കേസിൽ ഫയർവാളിനെ ബൈപ്പാസ് ചെയ്യാൻ ഓൾസോ സഹായിക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഫയർവാൾ ഒരു റൂൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും ഇന്ന പോർട്ടിൽ നിന്ന് വരുന്ന പാക്കറ്റ്സ് ഒക്കെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കേസിൽ ഫയർവാൾ അലോ ചെയ്യുന്ന പോർട്ട് ഏതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ -g കൊടുത്തിട്ട് ആ പർട്ടിക്കുലർ പോർട്ട് നമ്പർ സ്പെസിഫൈ ചെയ്യാം. എക്സാമ്പിൾ, ഇപ്പോൾ ഫയർവാൾ അലോ ചെയ്യുന്ന പോർട്ട് നമ്പർ എന്ന് പറയുന്നത് 47, അതായത് 7777 ആണെങ്കിൽ നമുക്കത് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ പോർട്ടിൽ നിന്ന് മാത്രം അങ്ങോട്ട് പാക്കറ്റ് സെൻഡ് ചെയ്യും. അപ്പോൾ അവിടെ നമ്മുടെ റിക്വസ്റ്റ് ഒന്നും തന്നെ അവിടെ ബ്ലോക്ക് ആവത്തില്ല. അപ്പോൾ ഞാൻ ഈ കമാൻഡ് എല്ലാം ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം നമ്മൾ -s ഓപ്ഷനാണ് പറഞ്ഞത് എന്ന് പറയുന്നത് നമ്മുടെ IP അഡ്രസ്സിനെ സ്പൂഫ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ്. -s സ്പേസ് നമ്മൾ ഏത് IP അഡ്രസ്സ് കൊടുക്കുന്നോ ആ വിക്ടിമിന് ഈ ഒരു IP അഡ്രസ്സിൽ നിന്ന് സ്കാൻ ആയി എന്ന് മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. പിന്നെ നമ്മൾ -pn കൊടുത്തു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ IP സ്പൂഫിങ് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ഡയറക്റ്റ് കിട്ടില്ല. ആ ഔട്ട്പുട്ട് പോകുന്നത് ഈ IP-യിലായിരിക്കും. അപ്പോൾ നമ്മൾ -pn കൊടുത്തു കഴിഞ്ഞാൽ ആ ഹോസ്റ്റ് അലൈവ് ആണോ അല്ലയോ എന്നതിനോട് ചേർന്ന് നമുക്ക് ഈ ഒരു സ്കാൻ്റെ ഔട്ട്പുട്ട് ഓൾസോ നമുക്ക് കിട്ടും.
പിന്നെ പറഞ്ഞത് -E ആണ്. എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഇന്റർഫേസ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. എന്നിട്ട് നമുക്ക് ഏത് നെറ്റ്വർക്ക് ഇന്റർഫേസ് ആണോ കൊടുക്കേണ്ടത് അതിന്റെ പേര് കൊടുക്കുക. എൻ്റെ കേസിൽ എതർനെറ്റ് ആണ്, അപ്പോൾ ETH0 എന്നാണ് ഞാൻ സ്പെസിഫൈ ചെയ്തു. അടുത്തെന്ന് പറയുന്നത് -G ആണ്. ഇതെന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പോർട്ട് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി, അതായത് കമ്മ്യൂണിക്കേഷൻ നടക്കാൻ വേണ്ടി ഒരു പർട്ടിക്കുലർ പോർട്ട് സ്പെസിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് -G ഓപ്ഷൻ യൂസ് ചെയ്ത് നമ്മുടെ ഏത് പോർട്ടാണോ വേണ്ടത് അത് കൊടുക്കാം. ഇതിലൂടെ നമുക്ക് ഫയർവാൾ ഏതെങ്കിലും പോർട്ട് ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കാതെ നമുക്ക് ഫയർവാൾ അലോ ചെയ്യുന്ന ഒരു പോർട്ട് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് Nmapലെ ചില യൂസ്ഫുൾ ആയിട്ട് ഓപ്ഷൻസ് ഒക്കെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം നിങ്ങളുടെ മെറ്റസ്പ്ലോയിറ്റബിൾ IP അഡ്രസ്സിൽ സ്കാൻ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി മറ്റൊരു സ്കാൻ നോക്കാം. അതാണ് FYN സ്കാൻ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ചില കേസിൽ നമുക്ക് കാണാം sudo nmap -s എന്ന് പറയുന്നത് TCP SYN സ്കാൻ ആണ്. ചില കേസിൽ നമ്മുടെ ഫയർവാൾ ഈ ഒരു TCP SYN സ്കാനെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഈ ഒരു SYN സ്കാനിന് വേണ്ടി നമുക്ക് ആൾട്ടർനേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മറ്റൊരു സ്കാനാണ് FYN സ്കാൻ എന്ന് പറയുന്നത്. അതാണ് -SF ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു -SF സ്പെസിഫൈ ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു SS, അതായത് TCP SYN സ്കാൻ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആൾട്ടർനേറ്റീവ് ആയിട്ട് ഈ ഒരു സ്കാൻ യൂസ് ചെയ്യാം. ഈ FYN സ്കാനിലെ FYNന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഫിനിഷ് ഫ്ലാഗ് എന്നാണ്. അതായത് സംഭവിക്കുന്നത് ഒരു TCP കണക്ഷൻ്റെ എൻഡ് പോർഷൻ മാത്രമാണ് ഈ -SF അല്ലെങ്കിൽ FYN സ്കാൻ വഴി നടക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ചുമ്മാ ഗൂഗിൾ ചെയ്ത് ശ്രമിക്കുക, എന്താണ് TCP FYN സ്കാൻ എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ChatGPT റെഫർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മളത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് പല റിസോഴ്സസും കാര്യങ്ങളും കിട്ടും. അപ്പോൾ നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ നോളജ് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഇനി മറ്റൊരു ഓപ്ഷനാണ്, അതായത് Nmapൽ വരുന്നത്, അതായത് ടൈമിംഗ് ടെംപ്ലേറ്റ് എന്നാണ് പറയുന്നത്. ടൈമിംഗ് ടെംപ്ലേറ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ മാനുവൽ സൈസ് Nmapൽ പോവുക. എന്നിട്ട് അത് കുറേ സ്ക്രോൾ ചെയ്യാനുണ്ട്. ഏകദേശം 1-2 മിനിറ്റ് സ്ക്രോൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഓപ്ഷൻ കിട്ടുള്ളൂ. വേണമെങ്കിൽ ലൈൻ നോക്കാം. നിങ്ങൾക്ക് 1498 ആ ലൈനിലാണ് ഈ ഓപ്ഷൻ വരുന്നത്. ഇതാ കാണാം -T. ഈ -T എന്ന് പറയുന്നത് ടൈമിംഗ് ടെംപ്ലേറ്റ് ആണ്. ഇതാ കാണാം സെറ്റ് എ ടൈമിംഗ് ടെംപ്ലേറ്റ്. ഇതിന് 6 ഓപ്ഷൻസ് വരുന്നുണ്ട്: പാരനോയിഡ്, സ്നീക്കി, പൊളൈറ്റ്, നോർമൽ, അഗ്രസീവ് ആൻഡ് ഇൻസൈൻ എന്ന് പറയുന്നത് നമുക്ക് ടൈമിംഗ് സെറ്റ് ചെയ്യാൻ പറ്റും ഈ സ്കാൻ വെച്ചിട്ട്. നമുക്ക് ആദ്യത്തെ 2 ഓപ്ഷൻ കാണാൻ സാധിക്കും. യു ക്യാൻ സ്പെസിഫൈ ദം വിത്ത് -T ഓപ്ഷൻ. -T ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് സ്പേസ് ഏതാണോ ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമ്പർ കൊടുക്കണം. ഇപ്പോൾ പാരനോയിഡ് ആണെങ്കിൽ 0 കൊടുക്കാം, സ്നീക്കി ആണെങ്കിൽ 1. ഇതിൽ കാണാം ദി ഫസ്റ്റ് 2 ആർ ഫോർ IDS ഇവേഷൻ. അതായത് ഈ ആദ്യത്തെ 2 എന്ന് പറയുന്നത് IDS ഡിറ്റക്ട് ചെയ്യാതിരിക്കാനുള്ള സ്കാനാണ്. അതായത് സ്ലോസ് ഡൗൺ ദി സ്കാൻ ടു യൂസ് ലെസ് ബാൻഡ് വിഡ്ത്ത് ആൻഡ് ടാർഗറ്റ് മെഷീൻ റിസോഴ്സസ്. അതായത് നമ്മുടെ സ്കാനിനെ മാക്സിമം പരമാവധി സ്ലോ ആക്കും, മാക്സിമം കുറവ് ബാൻഡ് വിഡ്ത്ത് യൂസ് ചെയ്ത് സ്കാൻ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും IDSന് അങ്ങനെ ഒരു സ്കാൻ നടന്നതായിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ IDS ഡിറ്റക്ട് ചെയ്യാതെ സ്കാൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ കേസിൽ ഇത് വളരെ സ്ലോ ആണ്. -T സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അതാണ് ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു റിയൽ ടൈമിൽ സ്കാൻ ചെയ്യുമ്പോൾ ഈ -T ഓപ്ഷൻ അത്ര പോസിബിൾ അല്ല, എന്നാലും അറിഞ്ഞിരിക്കാൻ നല്ലതാണ്. അതുകൊണ്ടാണ് ജസ്റ്റ് പറഞ്ഞത്. അപ്പോൾ IDS ഇവേഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ പാരനോയിഡും സ്നീക്കി സ്കാനും യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് Nmapലെ പല ഓപ്ഷൻസും കാര്യങ്ങളും. അപ്പോൾ ഇത് മാത്രമല്ല, ഇതിൽ പലതുണ്ട്. നമുക്ക് കാണാം ഇപ്പോൾ നമ്മൾ 1500 ലൈനൊക്കെയാണ്. ഇത് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി നോക്കണമെങ്കിൽ ഈ ഓപ്ഷൻസ് എല്ലാം നോക്കാം, അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ കവർ ചെയ്തേക്കുന്നത് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോ വരെ നമ്മൾ ചെയ്തിട്ടുള്ളത് Nmapനെ പറ്റി. അപ്പോൾ ഇതിലുള്ള ഇനി ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഈ മാൻ സ്പേസ് Nmapൽ വന്നിട്ട് ഇതെല്ലാം വായിച്ചു നോക്കുക. ഇതെല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. ഞാൻ പറഞ്ഞിരുന്നു, വളരെ പവർഫുൾ ആയൊരു ടൂളാണിത്. ഓക്കെ, അപ്പോൾ ഇതാണ് Nmap ടൂളിൻ്റെ പല ആർക്കും അധികം അറിയാതെ പോകുന്ന കുറച്ച് ഓപ്ഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കിയത്. അപ്പോൾ ഇനി നമ്മളിനി നോക്കാൻ പോകുന്നത് വൾണറബിലിറ്റി അനാലിസിസ് എന്ന സെക്ഷനിലേക്ക് കിടക്കുകയാണ്. Nmap യൂസ് ചെയ്ത് നമ്മൾ സ്കാനിങ് ചെയ്യുന്നത് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ Nmap എന്ന് പറയുന്നത് വളരെ വലിയൊരു സെക്ഷൻ ആയിരുന്നു. നമ്മൾ ഏകദേശം 6-7 വീഡിയോയോളം Nmapൽ തന്നെ ചെയ്തു. ഇനിയും നമ്മൾ Nmap യൂസ് ചെയ്യും ഫ്യൂച്ചർ വീഡിയോസിൽ. Nmap എന്ന് പറയുന്നത് നമുക്ക് ഇനിയും കവർ ചെയ്യാനുണ്ട് കുറച്ചുകൂടെ. അത് യൂസ് ചെയ്ത് എങ്ങനെയാണ് ഒരു വൾണറബിലിറ്റി കണ്ടുപിടിക്കുന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന വീഡിയോകളിൽ കാണാം. താങ്ക് യു, ബൈ.